അഭിപ്രായം? 25 വർഷമായിട്ട് നമ്മുടെ കാട്ടുപത്തനാപുരത്തെ നാട്ടുപത്തനാപുരമൊക്കെ നമ്മുടെ ഗണേഷ് സാർ അതിന് ആരെങ്കിലും നമ്മുടെ ഇവിടെ ജയിക്കുമോ? ബെറ്റിനുണ്ട് 50,000 രൂപ ബെറ്റ് ഞാൻ വെക്കാൻ പോവാ. ഹായ് നമസ്കാരം. പത്തനാപുരത്ത് രണ്ട് യൂട്യൂബർമാർ തമ്മിൽ ഭയങ്കര വാശിയേറെ ബെറ്റ് വെക്കുന്ന ഒരു വീഡിയോ കണ്ടായിരുന്നു. വില്ലേജ് മീഡിയ പറഞ്ഞിരുന്നു ജ്യോതികുമാർ ചാമക്കാല ജയിക്കുവാണെങ്കിൽ വി ചാനൽ 50,000 രൂപ അങ്ങോട്ട് കൊടുക്കണമെന്ന്. അതേപോലെ തിരിച്ചു ഒരു ഓഫർ ചെയ്തു, ഗണേഷ് കുമാർ പത്തനാപുരത്ത് ജയിക്കുകയാണെങ്കിൽ വില്ലേജ് മീഡിയ 50,000 രൂപ വി ചാനൽ കൊടുക്കാമെന്ന്. ഇപ്പോൾ വി ചാനൽ തോറ്റിരിക്കുകയാണ്. ഇപ്പോൾ വില്ലേജ് മീഡിയ ഈ ഒരു ബെറ്റിൽ വിജയിച്ചിരിക്കുകയാണ്. എന്തായാലും നിങ്ങളുടെ ബെറ്റ് ജനങ്ങളെ പൊട്ടന്മാരാക്കാതെ 50,000 രൂപ അത്രയും പെട്ടെന്ന് തന്നെ വില്ലേജ് മീഡിയ കൈമാറണം, അത് പബ്ലിക്കിന്റെ മുന്നിൽ വെച്ച്. അപ്പൊ വീഡിയോയിലേക്ക് പോകാം. നാളെ ഇലക്ഷൻ ഒക്കെ അല്ലേ? അപ്പൊ നമ്മുടെ കേരളത്തിലെ എല്ലാ ആൾക്കാരും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് നമ്മുടെ പത്തനാപുരം മണ്ഡലം. എന്തോ എങ്ങനെ നമ്മുടെ ഗണേഷ് സാറും ചാമ്പക്കാലം മത്സരിക്കുന്ന ഒരു അടിപൊളി മണ്ഡലമല്ലേ നമ്മുടെ പത്തനാപുരം പറയുന്നത്? ഇവിടെ ആര് ജയിക്കുമെന്നാണ് നിന്റെ അഭിപ്രായം? ഇവിടെ ആര് ജയിക്കാൻ? 25 വർഷമായിട്ട് നമ്മുടെ കാട്ടുപത്തനാപുരത്തെ നാട്ടുപത്തനാപുരമൊക്കെ നമ്മുടെ ഗണേഷ് സാർ അതിന് ആരെങ്കിലും നമ്മുടെ ഇവിടെ ജയിക്കുമോ? അത് തന്നെ നാണക്കേടില്ല. ഇതൊക്കെ നല്ല കണ്ടന്റ് കിട്ടും, അതിന് വേണ്ടിട്ടാണ്. പിന്നെ ആരാ പറഞ്ഞേ? 50 വർഷത്തെ പഞ്ചായത്ത് ഭരണം പിടിച്ചടക്കാൻ നമ്മൾ ജ്യോതികുമാർ ചാമക്കാല തന്നെ ജയിക്കും. ഇത് തിരിച്ചു തള്ളാനേ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പൊ ഒരിക്കലും നടക്കുന്ന ഒരു സംഭവമല്ല. ഞാൻ പറയുന്നു ഗണേഷ് കുമാർ സാറ് 15,000 വോട്ടിന് ഭൂരിപക്ഷത്തോടു കൂടി ഇവിടെ ജയിക്കുമെന്ന്. അത് തന്നെ നാണക്കേടില്ല. ഇക്കൊല്ലം നമ്മുടെ ജ്യോതികുമാർ ചാമക്കാല തന്നെ ജയിക്കും. അതെങ്ങനെയാ? UDFന്റെ ചുണക്കുട്ടികളെ കൂടെ ഉണ്ട്. മുടങ്ങിക്കിടന്ന പെൻഷന്മാരെ കൊടുത്ത നമ്മുടെ റോഡിന്റെ വികസനങ്ങളെല്ലാം നടത്തിയതാണ് നമ്മുടെ ട്രാൻസ്പോർട്ടിനെ കയറ്റിക്കൊണ്ടുവന്ന നമ്മുടെ ഗണേഷ് കുമാർ സാർ തന്നെ എന്തോ എങ്ങനെ ഈ പ്രാവശ്യം ജയിച്ചിരിക്കും. ഒന്നിൽ പിടിച്ച 50,000 രൂപ ബെറ്റ് ഞാൻ വെക്കാൻ പോവാ. ഉറപ്പാണ്.